KTU 2019 സ്കീമിൻ്റെ S1S2 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ മൊഡ്യൂൾ 5 തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് മെക്കാനിക്കൽ വൈബ്രേഷൻ എന്ന ടോപ്പിക്കിലെ തിയറി നോക്കാം. അപ്പോൾ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പ്രോബ്ലമൊക്കെ പഠിച്ചതാണ്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ സ്പ്രിങ്ങിൻ്റെ പ്രോബ്ലമൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഡെറിവേഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒരു സ്പ്രിങ് ആൻഡ് മാസ് സിസ്റ്റത്തിൻ്റെ ഫിഗറാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. നമുക്കറിയാം സ്പ്രിങ് സ്റ്റിഫ്നെസ് K, താഴെ എക്സ്റ്റെൻഡ് ചെയ്തേക്കണ മാസാണ് M. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ഇക്വൽ ടു M × A ആണ്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ F - KX എന്നാണ് നമുക്ക് ഇക്വേഷൻ. അപ്പോൾ M KS എന്ന് ഇക്വേറ്റ് ചെയ്യുക. അവിടെ നിന്ന് ആക്സിലറേഷൻ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇത് സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ആക്സിലറേഷൻ്റെ ഇക്വേഷനായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആംഗുലാർ വെലോസിറ്റി ഒമേഗയുടെ ഇക്വേഷൻ കിട്ടുന്നത്. നമുക്കറിയാം ടൈം പീരീഡ് TP എന്ന് വെച്ച് 2π/ω അവിടെ നിന്ന് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ കിട്ടും. അങ്ങനെ നമുക്ക് സ്പ്രിങ്ങിന് വേണ്ട ഒമേഗയുടെയും ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇത് നമുക്ക് 3 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. ഈവൻ പാർട്ട് ബിയിലും ഇത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് വൃത്തിയായിട്ട് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഒരു ബോഡിയിൽ ഒരു പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ആ പോയിൻറ്റിലെ വെലോസിറ്റി 0 ആണെങ്കിൽ ആ പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ആ ഗിവൺ പോയിൻ്റ് ഓഫ് ടൈമിൽ ആ ഒബ്ജക്റ്റ് ആ പോയിൻറ്റിനെ വിത്ത് റെസ്പെക്റ്റ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അതിൻ്റെ 2 ഫീച്ചേഴ്സ് നമ്മളവിടെ എഴുതിയുണ്ട്. അതുകൂടി ഒന്ന് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക എക്സാമിന്. അടുത്തായിട്ട് വൈബ്രേഷൻസ് ആണ്. ഇപ്പോൾ ഡാംപ്ഡ് ആൻഡ് അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ ഉണ്ട്. ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടിരിക്കും വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. അതായത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് നിൽക്കും. അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല. ഇനി നമുക്ക് ഡി-ആലംബേർട്ട്സ് പ്രിൻസിപ്പിൾ ഇൻ റൊട്ടേഷൻ മോഷൻ നോക്കാം. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ടോർക്ക് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. അതിന് വിളിക്കുന്ന പേരാണ് ഡി-ആലംബേർട്ട്സ് പ്രിൻസിപ്പിൾ ഇൻ റൊട്ടേഷൻ മോഷൻ. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെയും പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. അതിൻ്റെ പ്രോബ്ലം നമുക്ക് പാർട്ടിൽ 3 മാർക്സിന് ചോദിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ സ്പ്രിങ്ങിൻ്റെ പ്രോബ്ലം SHMൻ്റെ അത് ചോദിക്കാറുണ്ട്. SHMൻ്റെ സിമ്പിൾ പ്രോബ്ലംസ് പെൻഡുലത്തിൻ്റെ ഒക്കെ ചോദിക്കാറുണ്ട് 3 മാർക്സിന്. അപ്പോൾ പാർട്ട് എയിൽ തിയറി മാത്രമല്ല ഈ മൊഡ്യൂളിലും നമുക്ക് പ്രോബ്ലംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ തിയറിയോടൊപ്പം ആ പ്രോബ്ലംസ് എല്ലാം നമ്മൾ എന്തായാലും പഠിക്കണം എക്സാമിന് പോകുമ്പോൾ.